ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ജിഷാസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കുറേ നാളായിട്ടോ ഞാൻ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട്, എല്ലാം തയ്ക്കാനറിയാം, പക്ഷേ മടി കൊണ്ട് തയ്ക്കാറേ ഇല്ല. അപ്പോൾ നമ്മുടെ റിയമോൾക്ക് വേണ്ടി വീട്ടിലിടാൻ വേണ്ടിയിട്ട് 2 ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിരിക്കുന്നത്. ഇന്നലെ ഒരു ഡ്രസ്സ് തയ്ച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ തന്നെ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് മിഷനിലിരിക്കുകയാണ്. ഭയങ്കര മടിയാണ് മിഷനിൽ തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ കഴുത്തിന് വേണ്ടിയിട്ടുള്ള പൈപ്പിംഗ് ആണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്, കോട്ടൻ്റെ തുണി കൊണ്ട്. അപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഒരുവിധം ഡ്രസ്സൊന്നും ഇടാൻ പറ്റിയേയില്ല. അപ്പോൾ കോട്ടൻ്റെ ഒരു തുണി കൊണ്ട് സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇതാ ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു രീതിയിലാണ്, താഴെ അംബ്രല്ല കട്ട് പോലെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഫ്രണ്ടിൽ 2 ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കെട്ടും വള്ളിയൊന്നും വെച്ചിട്ടില്ല, ഒരുവിധം ലൂസായിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ തയ്ച്ച ഡ്രസ്സാണ് റിയ ഇട്ടിട്ടുള്ളത്. അപ്പോൾ റിയയ്ക്ക് ഇങ്ങനെ തയ്ച്ച ഡ്രസ്സുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഫ്രോക്കുകളൊക്കെയാണ് ഇഷ്ടം. ബനിയൻ പാൻറ്റ് അങ്ങനെയൊന്നും അധികം അവൾ ഇടാറില്ല, അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ തയ്ക്കുന്ന ഡ്രസ്സൊക്കെ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്നത്. റെഡിമെയ്ഡിനെക്കാട്ടിലും ഇങ്ങനെ തയ്ച്ച് ഉള്ള ഫ്രോക്കുകളൊക്കെയാണ് അവൾക്ക് ഇഷ്ടം. അപ്പം ഇതാ ഞാൻ തയ്ച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അപ്പോൾ തന്നെ റിയ അവിടെ എന്തൊക്കെയോ കളിക്കുക കേട്ടോ. സ്റ്റിക്കറും കൊണ്ടൊക്കെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഞാനവിടെ ഇരുന്ന് തയ്ക്കുന്നുമുണ്ട്. നല്ല ചൂടുമാണ്. പിന്നെ തയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ. അപ്പം 3-4 പഴം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാ ജ്യൂസ് അടിച്ചു ഞങ്ങൾ. അതിൻ്റെ ജ്യൂസിൻ്റെ ഇട്ടിട്ടുള്ളത് ചിയ സീഡാണ് കേട്ടോ, കറുത്തിട്ട് കാണുന്നത്. നമ്മുടെ വയറിന് നല്ല തണുപ്പാണല്ലോ, അപ്പോൾ ഐസൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ റിയ അത് ഡെക്കറേഷൻ ചെയ്യാണ് കേട്ടോ, ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട്. എനിക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഒഴിക്കണ്ട പറഞ്ഞിട്ട് ലൈക്കും റിയയ്ക്കും വേണ്ടിയിട്ട് ചെയ്യാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയായിരുന്നു. ചൂടായതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഒരു കറിയോ ഒന്നും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം ഞങ്ങൾ മോരൊഴിച്ചിട്ട് രാവിലെ കഞ്ഞി കുടിച്ചു. വയറിനൊക്കെ നല്ല സുഖമായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു, അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കഞ്ഞിയും മോരും കൂട്ടിയിട്ടാണ് ഉച്ചയ്ക്കും കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഭക്ഷണങ്ങളൊന്നും, നമുക്ക് വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരുപാട് വിശപ്പൊന്നുമില്ല. കറിയൊന്നും കൂട്ടിയിട്ട് അങ്ങനെയും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ രാവിലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.